humiliating us as members of parliament. They are humiliating and shutting up the voice of the people of India and the majority of the voice of the people. यहाँ से country is really getting organized by our continuous disruptions. We are sent here for discuss, debate and decide. Do not disrupt. Don't show the hand. Don't oppose this bill. This bill is to destroy the economy of this country. Already this government is destroying the polity. This government is destroying the democracy of this country. The democratic process of this country is being crippled. Please come to the subject. Yes, coming, sir. You have to speak on the bill, not on other things. Sir, not only the economy, the country's democratic process is being crippled. The politicians are being spied on. The phones are being tapped. There is the order on surveillance. Pegasus. Even, sir, your phone is being bugged. Sir, your phone is being bugged. Sir. Thank you. All right. ये बिल पे नहीं बोल रहे हैं सर, ये बिल on the bill. Speaking on the bill. ये नानी से बोल रहे हैं। പെഗാസസ് ഫോൺ ചോർത്തലിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. സംയുക്ത പ്രതിപക്ഷ പ്രതിഷേധത്തെയാണ്, വളരെ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തെയാണ് കേന്ദ്ര സർക്കാരിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. സർക്കാരിനെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാൻ ദില്ലിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നിന്ന് സൈക്കിളിലാണ് ഇന്ന് പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റിലേക്ക് പോയത്. പെട്രോൾ, പാചകവാതക വിലവർധനയ്ക്കെതിരെയുള്ള പോസ്റ്ററുകളാണ് സൈക്കിളുകളിൽ ഉണ്ടായിരുന്നത്. 15 പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത യോഗം ചേർന്ന ശേഷമായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ തെരുവിലേക്കിറങ്ങിയത്. പെഗാസസ് ഫോൺ ചോർത്തലിൽ JDU നേതാവ് നിതീഷ് കുമാറും അന്വേഷണം ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ഒത്തുതീർപ്പ് വേണ്ടെന്ന് യോഗത്തിൽ പൊതുധാരണയായി. പാർലമെന്റിന് അകത്ത് ചർച്ചയില്ലാത്തതിനാൽ സമാന്തര ചർച്ച പുറത്തു നടത്തി പെഗാസസ് ചോർത്തലിലെ ജനവികാരം പ്രകടിപ്പിക്കുമെന്നും യോഗം പ്രഖ്യാപിച്ചു. പെഗാസസ് വിഷയത്തിൽ സമാന്തര പാർലമെന്റ് സംഘടിപ്പിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്നാൽ പ്രതിപക്ഷം സഭ മുടക്കുകയാണെന്ന് BJP പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി ആരോപിച്ചു. ചർച്ചയ്ക്ക് തയ്യാറാവാത്തത് പ്രതിപക്ഷമാണെന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നത്. അതേസമയം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പെഗാസസിൽ അന്വേഷണം ആവശ്യപ്പെട്ടതിനോട് സർക്കാർ മൗനം പാലിക്കുകയുമാണ്. അന്വേഷണം ആവശ്യപ്പെട്ട് എഡിറ്റേഴ്സ് ഗിൽഡ് സുപ്രീം കോടതിയെ സമീപിച്ചതും സർക്കാരിനെ കുഴയ്ക്കുന്ന പുതിയ നീക്കമാണ്. മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയക്കാർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ നിരീക്ഷണത്തിലാക്കിയതിൽ SIT അന്വേഷണം വേണമെന്നാണ് ആവശ്യം. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ സർക്കാരിന് അവകാശമില്ല. എന്തിന് ഇടപെട്ടു എന്ന് അന്വേഷിക്കണമെന്നും എഡിറ്റേഴ്സ് ഗിൽഡിന്റെ ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഈ ദേശീയ രാഷ്ട്രീയ സാഹചര്യമാണ് പാർലമെന്റ് ചേരുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. പ്രധാന വാർത്തകൾ. കേരളത്തിലെ കോവിഡ് നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തുന്നത് സംബന്ധിച്ച് നാളെ പ്രഖ്യാപനം. ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പ്രസ്താവന നടത്തും. സംസ്ഥാനത്ത് ഇന്ന് 23,676 പേർക്ക് കോവിഡ്, 148 മരണം. TPR നിരക്ക് 11.87. 2 ഡോസ് വാക്സിൻ എടുത്ത താമസ വിസക്കാർക്ക് UAE-യിലേക്ക് യാത്രാനുമതി. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടേണ്ടെന്ന് ഹൈക്കോടതി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. എല്ലാവർക്കും സർക്കാർ ജോലി വേണമെന്ന നിലപാട് കേരളത്തിൽ മാത്രമാണെന്നും ഹൈക്കോടതി. മോദിയുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ താക്കീതുമായി ദില്ലിയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം. പാർലമെന്റിൽ നിന്നും പ്രക്ഷുബ്ധം. BJP ഭരണത്തിൽ ജനാധിപത്യം തകർന്നു തരിപ്പണമായെന്ന് ജോൺ ബ്രിട്ടാസ് MP. മുൻ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെയുടെ ആരോപണം തള്ളി സീതാറാം യെച്ചൂരി. ഇന്ത്യ അമേരിക്ക ആണവ കരാറിനെ ഇടതു പാർട്ടികൾ എതിർത്തത് രാജ്യത്തിന്റെ സ്വയംഭരണാവകാശവും സ്വതന്ത്ര വിദേശ നയവും അപകടത്തിലാക്കുന്നതുകൊണ്ടെന്ന് യെച്ചൂരി.
പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മകനെതിരെ KT ജലീൽ സഹകരണ ബാങ്കിൽ കള്ളപ്പണം നിക്ഷേപിച്ചതിൽ ആദ്യ പേരുകാരൻ കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ആഷിഖ് എന്ന് ജലീൽ. പാലാരിവട്ടം പാലത്തിന്റെ ഓഹരി മലപ്പുറത്തെത്തി, പാണക്കാടും എൻഫോഴ്സ്മെന്റ് അന്വേഷിച്ചെത്തിയെന്ന് KT ജലീൽ. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, ഡോക്ടർ ശിവദാസൻ MP, BJP വക്താവ് ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ഷാജി ജോസഫ്. ശ്രീ കൊടിക്കുന്നിൽ ചർച്ചയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ശ്രീ ശിവദാസൻ MP-യിൽ നിന്ന് ചർച്ച തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു ദിവസം ഇതുവരെ പെഗാസസ് ഫോൺ ചോർത്തൽ വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷമെടുത്ത നിലപാടുകളിൽ നിന്ന് കുറെ കൂടി ശക്തമായി, കുറെ കൂടി യോജിച്ച് ഒരു തരത്തിലും സർക്കാരിന് വഴങ്ങേണ്ട എന്ന് പൊതുവായി യോഗം ചേർന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയ ഒരു ദിവസമായിട്ടാണോ പാർലമെന്റിലെ പ്രതിപക്ഷ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടത്? അത്തരമൊരു ദിവസമായിരുന്നോ ശ്രീ ശിവദാസൻ ഇന്ന്? ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ BJP-യുടെ ജനാധിപത്യ വിരുദ്ധമായ ജനവിരുദ്ധമായ രാഷ്ട്രീയ സമീപനത്തിനെതിരായി പൊതുവിൽ യോജിച്ച് പ്രവർത്തിക്കണം എന്ന ഒരു മാനസിക നില പാർലമെൻറ്റിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ കാണേണ്ടത് ഈ സമീപ ദിവസങ്ങളിൽ പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ജനാധിപത്യ മാന്യതയുമില്ലാതെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള നിയമങ്ങളുടെ ഉള്ളടക്കത്തെക്കുറിച്ച് കൂടിയാണ്. ഓരോന്നിൻ്റെയും വിശദാംശത്തിലേക്ക് ഞാൻ പോവുകയല്ല. ലോകസഭയിലും രാജ്യസഭയിലും ചർച്ച അനുവദിക്കാതെ ജനങ്ങളുടെ നീറുന്ന ജീവിത പ്രശ്നങ്ങളോട് മുഖം തിരിച്ചു നിന്നുകൊണ്ട് ഒരു സമീപനം ഇന്ത്യൻ പാർലമെൻറ്റിൽ BJP-യുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൽ നിന്നുണ്ടായി. പ്രതിപക്ഷം ഉയർത്തിയ വിഷയങ്ങൾ എന്തൊക്കെയാണ്? അതൊന്ന് പെഗാസസ് ആണ്. രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ രഹസ്യങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ, മാധ്യമ പ്രവർത്തകരുടെ, വളരെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന മറ്റു പലരുടെയും സ്വകാര്യത, രഹസ്യങ്ങൾ എല്ലാം അടിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി അത് രാഷ്ട്രീയ ആയുധമാക്കി എതിരാളികളെ എല്ലാ അർത്ഥത്തിലും വേട്ടയാടുന്നതിന് വേണ്ടി പെഗാസസ് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട വിഷയം ആദ്യ ദിവസം മുതൽ പാർലമെൻറ്റിനകത്ത് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ പ്രതിഷേധത്തെ ലോകസഭയുടെയും രാജ്യസഭയുടെയും ചാനലുകളിൽ കാണിക്കാതെ ജനങ്ങളിൽ നിന്ന് എങ്ങനെ മറച്ചു പിടിക്കാം എന്നുള്ളതിൽ ഭരണപക്ഷം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. അതുകൊണ്ടുകൂടിയാണോ ഒരു ചെറിയ കാര്യം, പക്ഷേ പ്രധാനമന്ത്രി പറയുന്നത് എന്താണ്? BJP-യുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിലും പ്രധാനമന്ത്രി പറഞ്ഞത് സഭ ചേരാൻ അനുവദിക്കാത്തത് പ്രതിപക്ഷമാണ്, ചർച്ചയ്ക്ക് സന്നദ്ധമാകാത്തത് പ്രതിപക്ഷമാണ് എന്ന് പ്രധാനമന്ത്രി പറയുകയാണല്ലോ. ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. പെഗാസസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അത് ഗൗരവത്തിലെടുത്തിട്ടുള്ളതാണ്. ഫ്രാൻസ് ഉൾപ്പെടെ, ഇസ്രായേൽ ഉൾപ്പെടെ അന്വേഷണം പ്രഖ്യാപിച്ച് ഓഫീസ് ഉൾപ്പെടെ റെയ്ഡ് നടത്തിയിട്ടുള്ള വാർത്തകൾ നമ്മുടെ എല്ലാം ശ്രദ്ധയിലുണ്ട്. അൽ ജസീറയുടെ മാധ്യമ പ്രവർത്തകയുടെ അവരുടെ ചോർത്തിയെടുത്ത് അവരെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി എന്നുള്ള ഉൾപ്പെടെ വാർത്തകൾ വരികയുണ്ടായി. അത് ലെബനീസ് മാധ്യമ അപ്പോൾ ഇങ്ങനെ ഇത്രമേൽ ഭീകരമായിട്ടുള്ളൊരു ചിത്രം നമ്മുടെ മുമ്പിൽ വന്നു. രാജ്യത്തെ മാധ്യമങ്ങൾ, മാധ്യമ പ്രവർത്തകർ, അതുപോലെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകളെല്ലാം ഭേദിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഒന്നടങ്കം പെഗാസസിൻ്റെ മുകളിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞു. എന്തിനേറെ NDA സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള നിതീഷ് കുമാർ, അതിൻ്റെ നേതാവ് നിതീഷ് കുമാർ, ബീഹാറിലെ മുഖ്യമന്ത്രി, അദ്ദേഹം പരസ്യമായി ആവശ്യപ്പെടുന്നു മുകളിൽ അന്വേഷണം വേണം, എല്ലാം ജനങ്ങളോട് തുറന്നു പറയണം എന്ന് പറയുകയാണ്. പിന്നെ എന്തിനാണ് ഈ BJP നേതൃത്വം ഇത്രമേൽ ഇതിനെ എതിർക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ ഇത് സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താൻ മടിക്കുന്നത്? ഒന്നുകിൽ വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ വാങ്ങിയിട്ടില്ല എന്ന് പറയാൻ ഇവർക്ക് എന്താണ് ഭയം? തുടങ്ങിയ ചോദ്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉയർന്നു വരികയാണ്. ആ ചോദ്യങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ അഭിമുഖീകരിക്കാൻ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ കഴിയുന്നില്ല എന്നുള്ള മറ്റൊരു വസ്തുതയും നിൽക്കുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ പെഗാസസ് എന്നുള്ള വിഷയം പാർലമെന്റിൽ ഉയരുന്നു. അതിൻ്റെ മുകളിലെ ചർച്ചയെ ഇന്ത്യയിലെ BJP നേതൃത്വം ഭയക്കുന്നു. അത് രാജ്യസഭയുടെയും ലോകസഭയുടെയും അധ്യക്ഷന്മാരെ അവരുടെ BJP-യുടെ ആയുധമായി
ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതും നാം കാണുന്ന കാര്യമാണ്. ശരി. അതോടൊപ്പം രണ്ടാമതൊരു വിഷയമാണ് ഫാം ലോ. കാർഷിക നിയമങ്ങൾ ഇന്ത്യയുടെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ്. അത് പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്. രാജ്യത്തെ 10,000-കണക്കിന് വരുന്ന കൃഷിക്കാരുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന കാർഷിക പ്രവൃത്തിയെ അതെല്ലാം വൻകിട കുത്തകകൾക്ക് അടിവറ വെക്കുന്ന ഒരു സംവിധാനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നു. അതിന് തുടർച്ചയിൽ വരുന്ന മറ്റു ബില്ലുകളിലേക്കും ഞാൻ പോകുന്നില്ല. ഇനി അവതരിപ്പിക്കാനിരിക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ല് എടുത്താൽ, ഇൻഷുറൻസ് മേഖലയെ സ്വകാര്യവൽക്കരിച്ചിട്ടുള്ള ലോകസഭയിൽ ചർച്ച ചെയ്തിട്ടുള്ള അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ബില്ലെടുത്താൽ, അതുപോലെ തൊഴിലാളികളുടെ സമരം ചെയ്യാനുള്ള സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഉന്മൂലനം ചെയ്യുന്ന പ്രതിരോധ മേഖലയിലെ ഫാക്ടറികളുമായി ബന്ധപ്പെട്ട നിയമം എടുത്താൽ, ഇതൊക്കെ ബില്ലെടുത്താൽ അതൊക്കെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇതിൽ BJP ചർച്ചയെ ഭയക്കുന്നു. ആ ചർച്ചയെ ഭയന്ന് ഈ ഡ്രാക്കോണിയൻ നിയമങ്ങളെല്ലാം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ജനാധിപത്യ വിരുദ്ധമായ മാർഗത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായി പ്രതിപക്ഷത്തിൻ്റെ ഐക്യനിര ഉയർന്നു വരേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇവിടെയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ജനാധിപത്യം അപകടത്തിലാണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ആ വിധത്തിൽ പാർലമെന്റേറിയന്മാർ ആ ഗൗരവമുള്ള ചോദ്യം, ഇത്തരം വളരെ പ്രധാനപ്പെട്ട ജനജീവിതത്തെ, രാജ്യത്തിൻ്റെ സാമൂഹ്യ ഘടനയെ ബാധിക്കുന്ന രാഷ്ട്രീയമായ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ബില്ലുകൾ വരുന്നു, മുൻപ് തന്നെ അത് വലിയ ചർച്ചയില്ലാതെ മുന്നോട്ട് പോകുന്നുവെന്ന ആക്ഷേപം നിൽക്കുന്നു. ഇവിടെ പെഗാസസിൽ പോലും ചർച്ചയുണ്ടാവണം. പെഗാസസ് ഫോൺ ചോർത്താനുള്ള ആ ചാര സോഫ്റ്റ്വെയർ രാജ്യം വാങ്ങിയിട്ടുണ്ടോ, അതിന് പണം മുടക്കിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഇപ്പോൾ എല്ലാം മാറ്റിവെക്കാം, പ്രതിപക്ഷത്തെ അവഗണിക്കാം, അവരുടെ ചോദ്യങ്ങൾക്കും അവരുടെ കുറ്റപ്പെടുത്തലിനും കേന്ദ്ര സർക്കാർ മുഖം കൊടുക്കുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായിട്ടുള്ള JDU, നിതീഷ് കുമാർ പറയുന്നത് എന്താണ്? അന്വേഷണം വേണം, എല്ലാം പരസ്യമാവട്ടെ. എന്തുകൊണ്ടാണ് സർക്കാരിനും BJPക്കും അത് സ്വീകാര്യമാവാതെ പോകുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് പാർലമെന്റ്. ആ പാർലമെന്റിന്റെ 2 സഭകളും നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കാതെ ബഹളങ്ങൾ ഉണ്ടാക്കി ലോകത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിനെ ലോകത്തിന്റെ മുന്നിൽ അപമാനിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യുന്നത്. ഈ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് നരേന്ദ്രമോദി തന്നെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും വിളിച്ച് ഏത് വിഷയവും ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം രാജ്യസഭയിൽ പുതിയ മന്ത്രിമാരെ പരിചയപ്പെടുത്താൻ കൂടി അനുവദിക്കാതെ ബഹളമുണ്ടാക്കി ആ കീഴ്വഴക്കം പോലും അട്ടിമറിക്കപ്പെട്ട പ്രതിപക്ഷമാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞു, ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞു പ്രധാനമന്ത്രി ഒന്നും മിണ്ടുന്നില്ല എന്നായിരുന്നു. പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു, ഏത് വിഷയവും ചർച്ച ചെയ്യാം, നിങ്ങൾ അനുവദിക്കൂ, രാജ്യസഭയിലും ലോകസഭയിലും ഏത് വിഷയവും ചർച്ച ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. അത് പെഗാസസ് ആണെങ്കിലും ശരി, അതല്ല ഇനി ഫാം ലോ ആണെങ്കിലും ശരി, ഏത് വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറ്, നിങ്ങളൊന്ന് അനുവദിക്കൂ, നിങ്ങളതൊന്ന് കേൾക്കാനും അനുവദിക്കാനും. നേരത്തെ പറഞ്ഞു ഡിബേറ്റ് ആണ് സഭയിൽ ഉണ്ടാകേണ്ടത്, അല്ല ഡിസ്ട്രക്ഷൻ അല്ല. കേരള നിയമസഭയിൽ നടന്ന പോലെ ഡിസ്ട്രക്ഷൻ അല്ല ഉണ്ടാകേണ്ടത്, ഡിബേറ്റ് ആണ്. ആ ഡിബേറ്റിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കൂ എന്നാണ് കൃത്യമായിട്ട് നരേന്ദ്രമോദി പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുന്നത്. പിന്നെ ചില അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, പെഗാസസ് പോലുള്ള തെളിവില്ലാത്ത അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പാർലമെന്റിൽ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണമോ എന്നുള്ളത് ചോദിക്കുമ്പോൾ അതിനെന്താ തെറ്റുള്ളത്? ഫാം ലോ ഇന്ത്യയിൽ നടപ്പിലാക്കി കഴിഞ്ഞു, അതിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് ലഭിച്ചു തുടങ്ങി. എവിടെയെങ്കിലും ചെറിയ ചെറിയ പ്രക്ഷോഭങ്ങൾ മാത്രമാണ് നടക്കുന്നത്. രാജ്യത്തെ കർഷകർ സന്തുഷ്ടരാണ്. നമ്മുടെ കേരളത്തിൽ ഇടുക്കിയിലെ പോലെ ഏലം കർഷകർ പോലും 10-15 ഇരട്ടി വില ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പൊ ഇവിടെ ഒരു വിഷയവും കിട്ടാത്തതുകൊണ്ട്, പാർലമെന്റിൽ പ്രത്യേകിച്ച് ഒരു വിഷയവും കിട്ടാത്തതുകൊണ്ട്, പാർലമെന്റ് തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം വിഷയങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് പാർലമെന്റ് ഇത്തവണ നടക്കരുത്, രാജ്യസഭ സമീപിക്കണം, ലോകസഭ സമീപിക്കണം. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി, ഈ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ തകരാറിലായിട്ടുള്ളത്. അല്ലാതെ ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്നും BJPയുടെ NDA ഗവൺമെന്റിന്റെ ഭാഗത്തും ഏത് വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറാണ് കൃത്യമായി പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ്. അതിനപ്പുറം ആരാ പറയേണ്ടത്? ഇതുവരെ നിങ്ങൾ പറഞ്ഞിരുന്ന പലരും ചോദിച്ചിരുന്ന എന്താ പ്രധാനമന്ത്രി ഉണ്ടാക്കണം, അദ്ദേഹം തന്നെ അവർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു ചർച്ച ചെയ്യാം. അപ്പൊ എവിടെയാണ് തകരാറുള്ളത്? അവിടെയാണ് സൂചിപ്പിച്ചത് പ്രതിപക്ഷം ഒരു നെഗറ്റീവ് സ്റ്റാൻഡ് എടുക്കുന്നു എന്ന് പറയുന്നതിൽ കാരണം ഇതാണ് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്.
ഇവിടെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി അദ്ദേഹം കൂടി ഈ ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. ശ്രീ ശിവദാസൻ എം പി നേരത്തെ ചർച്ച തുടങ്ങിവെച്ചു. ഇപ്പോൾ BJP വക്താവ് ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ് അതിന് BJPയുടേതായ വാദം മുന്നോട്ട് വെച്ചത്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹം പറഞ്ഞത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദി മുതൽ ചർച്ചകളിൽ വരുന്ന BJP നേതാക്കൾ വരെ പറയുന്നത് ചർച്ച ചെയ്യാൻ സമ്മതിക്കാത്തത് പ്രതിപക്ഷമാണ് എന്ന നിലയിലാണ്. ആ ഒരു തന്ത്രമാണ് പാർലമെന്റിലും പാർലമെന്റിന് പുറത്തും പെഗാസസ് പോലുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്തുമ്പോൾ ആ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ആ വാദമാണ് ചർച്ചകളിൽ BJP നേതാക്കൾ എടുത്ത് ഉന്നയിക്കുന്നത്. ഒരിക്കലും ശരിയല്ല ശരത്. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കക്ഷി നേതാക്കന്മാരെ വിളിച്ചു ചേർത്ത യോഗത്തില് സ്പീക്കർ വിളിച്ചു ചേർത്ത യോഗത്തിലും അതോടൊപ്പം തന്നെ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ വിളിച്ചു ചേർത്ത യോഗത്തിലും ഇവർ വളരെ വ്യക്തമായി പറഞ്ഞു, നമുക്ക് സഭ നല്ല രീതിയിൽ നടത്തണം. പ്രതിപക്ഷം ഏത് വിഷയങ്ങൾ ഉന്നയിച്ചാലും അത് ഞങ്ങൾ സഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് സഭ പ്രൊഡക്ടിവിറ്റി ആകണം. സഭയിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ്. ഒരു വിഷയത്തിൽ നിന്നും ഗവൺമെന്റ് ഒളിച്ചോടാൻ തയ്യാറല്ല. അതുകൊണ്ട് പ്രധാനമന്ത്രി മീഡിയയോട് പാർലമെന്റ് മന്ദിരത്തിൽ വരുമ്പോഴും പറഞ്ഞു, ഓൾ പാർട്ടി മീറ്റിംഗിലും പറഞ്ഞു. അതോടൊപ്പം തന്നെ സ്പീക്കറും രാജ്യസഭാ അധ്യക്ഷൻ വിളിച്ചേർത്ത പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് തലേ ദിവസമുള്ള മീറ്റിംഗിലും വളരെ വ്യക്തമായി അവർ പറഞ്ഞു ഏത് വിഷയവും ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് ഒരുക്കമാണെന്ന്. പക്ഷെ പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചപ്പോൾ ഞങ്ങള് ആദ്യ ദിവസം പെഗാസ് വരുന്നില്ല. ആദ്യ ദിവസം നമ്മള് വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട പെട്രോൾ, ഡീസൽ, ഗ്യാസ് സിലിണ്ടറിന്റെ വില വർധനവ്, മറ്റ് നിത്യോപസാധന വില വർധനവിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ അടിയന്തര പ്രമേയം. അത് ചർച്ചയ്ക്ക് അവർ തയ്യാറായില്ല. അതിനുശേഷം അതിന്റെ പിറ്റേ ദിവസം ഫാർമേഴ്സിന്റെ വിഷയം, 3 കാർഷിക നിയമങ്ങളെ സംബന്ധിച്ച് 8 മാസമായി കൃഷിക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തെ സംബന്ധിച്ച അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അതിനും അവർ തയ്യാറായില്ല. 3-ാം ദിവസമാണ് പെഗാസസുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ഇന്ത്യയിൽ ചർച്ചയിൽ വരുന്നതും വെളിപ്പെടുത്തലുകൾ വരുന്നതും. പിന്നെ വിഷയം കൂടുതൽ, കാരണം പെഗാസസിന്റെ വിഷയം വന്നപ്പോൾ അത് അതീവ ഗുരുതരമായ വിഷയമാണ്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. മാത്രവുമല്ല നമ്മുടെ സ്വകാര്യതയെ കടന്നുകയറ്റമാണ്. അതുകൊണ്ട് ഈ വിഷയം അതീവ ഗൗരവതരമാണ്. രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ, മന്ത്രിമാരുടെ, അതുപോലെ ജഡ്ജിമാരുടെ, ജേർണലിസ്റ്റുകളുടെ, മറ്റ് പല വ്യക്തികളുടെയും ഫോണുകൾ ടാപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയിരിക്കുന്നു. ഒരു പൗരന്റെ അവകാശത്തെ അല്ലെങ്കിൽ ലിബർട്ടിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന് പെഗാസസ് എന്ന് പറയുന്ന ഒരു സംഘടന, ചാര സംഘടനയുമായി ഗവൺമെന്റിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ പെഗാസസ് നടത്തിയ ഈ പ്രവൃത്തിയിൽ ഗവൺമെന്റിന് വല്ല പങ്കാളിത്തമുണ്ടോ? അല്ലെങ്കിൽ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകണം, ഇത് ചർച്ച ചെയ്യണം, അടിയന്തരമായി ചർച്ച ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ ഇതിന് മറുപടി പറയണം. പ്രധാനമന്ത്രി സഭയിൽ ഉണ്ടാകണം, ആഭ്യന്തരമന്ത്രി ഉണ്ടാകണം, ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്ന് പറഞ്ഞു. പക്ഷേ എന്താണ് ഗവൺമെന്റ് ചെയ്തത്? ഈ പെഗാസസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ബന്ധവുമില്ലാത്ത നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വനി കുമാർ വൈഷ്ണവിനെ കൊണ്ട് ഒരു എഴുതി തയ്യാറാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ് ചെയ്തത്. ഇരു സഭകളിൽ അശ്വനി കുമാർ വൈഷ്ണവ് അദ്ദേഹം ചുമതലയെടുത്തത് പാർലമെന്റ് സമ്മേളനത്തിൽ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് നിയമിതനായത്. ആ മന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചതിന് അപ്പുറമായി ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറായില്ല. ഞങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചത് ഇത് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്, നമ്മുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്, പൗരന്റെ മൗലിക അവകാശത്തെ ഹനിക്കുന്ന ഒന്നാണ് പെഗാസസ് സ്പൈവെയർ എന്ന് പറയുന്ന ചാരസംഘടന ചെയ്തത്. അതുകൊണ്ട് ഈ വിഷയം നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത ജനാധിപത്യ വേദിയായ പാർലമെന്റിൽ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഗവൺമെന്റ് അതിന് തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട് ഗവൺമെന്റ് തയ്യാറാകുന്നില്ല? ഗവൺമെന്റിന് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ലെങ്കിൽ ഈ വിഷയത്തിൽ പെഗാസസിന്റെ ഈ സ്പൈവെയർ നടത്തിയ ഈ ചാരപ്രവർത്തനത്തിൽ ഗവൺമെന്റിന് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ലെങ്കിൽ എന്തുകൊണ്ട് ചർച്ച ചെയ്തുകൂടാ? എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി, ഞങ്ങൾ പിന്നീട് നിലപാട് മാറ്റി, പ്രധാനമന്ത്രി മറുപടി പറയണമെന്നില്ല, ആഭ്യന്തരമന്ത്രി മറുപടി പറഞ്ഞാൽ മതി എന്ന് ഞങ്ങൾ ആദ്യം എടുത്ത സ്റ്റാൻഡ് ഞങ്ങൾ മാറ്റുകയും ഞങ്ങൾ പ്രധാനമന്ത്രി ചർച്ചയിൽ പങ്കെടുക്കണമെന്നോ മറുപടി പറയണമെന്നോ ഇല്ലെന്നും അവസാനം ആഭ്യന്തരമന്ത്രി, കാരണം ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് IT മന്ത്രിയുടെ പ്രസ്താവനയോ IT മന്ത്രി നൽകുന്ന ക്ലാരിഫിക്കേഷനോ ഒരിക്കലും ഇതിന് പരിഹാരമാകില്ല. അതുകൊണ്ട് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ആഭ്യന്തരമന്ത്രി തന്നെ മറുപടി പറയണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഞങ്ങൾ വെച്ചത്. പക്ഷേ ഗവൺമെന്റിന് എന്തുകൊണ്ട് ഞങ്ങളുടെ നിർദ്ദേശം അംഗീകരിച്ചുകൂടാ? എന്തുകൊണ്ട് 3 മണിക്കൂർ സമയം
ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൂടാ? ആഭ്യന്തരമന്ത്രിക്ക് മറുപടി പറയാമല്ലോ. ആഭ്യന്തരമന്ത്രിക്ക് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല, ഇത് ഗവൺമെന്റിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് സഭയിൽ പറയുന്നതിന് എന്താണ് മടി? അപ്പോ ഇതിനകത്ത് ഗവൺമെന്റ് എന്തോ ഒളിച്ചു വെക്കാനുണ്ട്. ഇതിനകത്ത് ഈ പെഗാസസ് സ്പൈവെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാത്തത്. അതുകൊണ്ടാണ് ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്നത്. പാർലമെന്റ് പൂർണ്ണമായും വാഷ് ഔട്ട് ആകണമെങ്കിൽ ആയിക്കോട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സഭ നടത്തിക്കൊണ്ടു പോകേണ്ടത് ഗവൺമെന്റ് ആണ്. സഭ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ നിലപാട് സ്വീകരിക്കുന്നത് ഗവൺമെന്റ് ആണ്. പ്രതിപക്ഷം തീർച്ചയായും ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കും. ആ വിഷയങ്ങളുടെ മെറിറ്റ് നോക്കി അത് ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാകുക, എങ്കിൽ മാത്രമാണ് സഭ മുന്നോട്ട് പോവുകയും തടസ്സം കൂടാതെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ ഗവൺമെന്റ് അതിന് തയ്യാറാകില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഈ പാർലമെന്റിന്റെ ഈ ഡെഡ് ലോക്ക് അല്ലെങ്കിൽ ഈ പാർലമെന്റ് ഇങ്ങനെ സ്തംഭിച്ച് മുന്നോട്ട് പോകുന്നതിന് കാരണക്കാരാണ്? കാരണക്കാർ ഭരണകക്ഷി തന്നെയാണ്, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയാണ്, BJP ആണ്, അതുപോലെ തന്നെ ഗവൺമെന്റ് ആണ്, കേന്ദ്ര സർക്കാരാണ്. അവർ വിചാരിച്ചാൽ 1 മിനിറ്റ് കൊണ്ട് തീരാവുന്ന സ്തംഭനം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഇത് ഞങ്ങൾ നമ്മുടെ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്ററോട് ഞങ്ങൾ സംസാരിച്ചു, രാജ്യസഭയിലെ BJP കക്ഷി നേതാവിനോട് സംസാരിച്ചു, അതുപോലെ ലോക്സഭയിലെ ഡെപ്യൂട്ടി ലീഡറായ രാജ്നാഥ് സിംഗിനോട് സംസാരിച്ചു. ഞങ്ങള് പ്രതിപക്ഷം ഈ പാർലമെന്ററി കാര്യമന്ത്രിയെയും രാജ്യസഭയിലെ കക്ഷി നേതാവായ പീയൂഷ് ഗോയലിനെയും ലോക്സഭയിലെ സീനിയർ നേതാവും രണ്ടാമനുമായ രാജ്നാഥ് സിംഗുമായും ഒക്കെ ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ വെച്ചു. പക്ഷെ ഒരു തരത്തിലും ഒരു ചർച്ചയ്ക്കും പെഗാസസുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തയ്യാറല്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചതാണ് ഇപ്പോൾ ഈ പാർലമെന്റ് സ്തംഭനത്തിന്. ഏതായാലും വളരെ വ്യക്തമായി ശ്രീ കൊടുക്കുന്നിൽ ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഷാജി ജോസഫ്, രാജ്യസഭയിലെ ഡോക്ടർ ശിവദാസനും ലോക്സഭയിലെ ശ്രീ കൊടുക്കുന്നിൽ സുരേഷും ഇക്കാര്യത്തിൽ പ്രതിപക്ഷം എന്ത് സ്റ്റാൻഡ് എടുത്തു? ഒരു 3 മണിക്കൂർ ചർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. അന്വേഷണം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യം അവിടെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആരോപണത്തിൻ്റെ മുനയൊടിക്കും വിധം 2 സഭകളിലെയും 2 അംഗങ്ങൾ പ്രതിപക്ഷ സ്റ്റാൻഡ് വ്യക്തമാക്കി കഴിഞ്ഞു. നമ്മുടെ ഈ ചർച്ചയിൽ BJP നേതാവ് പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അതിൻ്റെ രാഷ്ട്രീയ വിശദീകരണം നൽകുമ്പോഴും എൻ്റെ ചോദ്യം നിതീഷുമായി ബന്ധപ്പെട്ടാണ്. നിതീഷ് പോലും അന്വേഷണം നടക്കട്ടെ എന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കാതെയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ വാദത്തിൽ നിന്നുകൊണ്ടൊരു നിലപാടെടുത്തു. ഒരുപക്ഷെ വീണ്ടും അദ്ദേഹത്തിലേക്ക് പോകുമ്പോൾ നിതീഷിൻ്റെ നിലപാട് എന്തുകൊണ്ട് സ്വീകാര്യമാവുന്നില്ല എന്ന് പറയാൻ അദ്ദേഹം ഉത്തരവാദപ്പെട്ടയാളാണ്, പറയുമെന്ന് വിചാരിക്കാം. ഷാജി ജോസഫ്, പ്രശ്നം അതല്ല. ഇന്നത്തെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങളെ, രാഷ്ട്രീയ ഇടപെടലുകളെ, രാഷ്ട്രീയ കാഴ്ചകളെ താങ്കളെപ്പോലൊരു മാധ്യമപ്രവർത്തകൻ, ദേശീയ മാധ്യമപ്രവർത്തകൻ എങ്ങനെ കാണുന്നു? അതായത് ഇന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് ക്ലബ്ബിൽ ഇവരെല്ലാം ഒത്തുചേരുന്നു, 15 പ്രതിപക്ഷ പാർട്ടികൾ. അതിനുശേഷം സൈക്കിളിൽ പാർലമെൻറ്റിലേക്ക് പോകുന്നു. അതിൽ പെട്രോൾ ഡീസൽ വിലവർധനവുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡുകൾ ഘടിപ്പിക്കുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിഷേധ പ്രചാരണത്തിലൂടെ പാർലമെൻറ്റിലേക്ക് പോകുന്നു. നിതീഷ് കുമാർ അടക്കം ഈ നിലപാടെടുക്കുന്ന സാഹചര്യത്തിൽ ഒരു തരത്തിലും സർക്കാരിന് വഴങ്ങേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നു. മറുഭാഗത്ത് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നു പ്രധാനമന്ത്രി. ഇതിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ അവസ്ഥ, കാഴ്ചപ്പാട്, പ്രശ്നം ദേശീയതലത്തിൽ ഏത് നിലയിലാണ് താങ്കൾ വിലയിരുത്തുന്നത്? ശരത്തെ, ഇപ്പോൾ നമ്മൾ പാർലമെൻറ്റിന് പുറത്തും പാർലമെൻറ്റിനകത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് പറയുന്നത് പോലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു നിലപാടുകൾ കൊണ്ടാണ് പാർലമെൻറ്റ് നടക്കാത്തത് എന്ന് പറയുമ്പോൾ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു ഗവൺമെൻറ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ലെജിസ്ലേച്ചർ കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ അർത്ഥവത്തായി കൂടുക എന്ന മാൻഡേറ്റ് എന്ന ഉത്തരവാദിത്തം ഗവൺമെൻറ്റിൻ്റെയാണ്, അത് പ്രതിപക്ഷത്തിൻ്റെ അല്ല. അത് നിയമസഭകളാണെങ്കിലും പാർലമെൻറ്റിലാണെങ്കിലും ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെയാണ്. ആ ഗവൺമെൻറ്റിന് അത് സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രി ഇന്ന് നടത്തിയ പ്രസ്താവന പ്രതിപക്ഷ കാരണമാണ് പാർലമെൻറ്റ് നടക്കാത്തത് എന്ന് പറയുമ്പോൾ അതിനെ അതേപടി വിഴുങ്ങാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സാധിക്കണമെങ്കിൽ 2014 ശേഷം മാത്രം ജനിച്ച ആളുകൾ മാത്രമായിരിക്കണം ഇന്ത്യയിലുള്ളത്. BJP നേതൃത്വം കൊടുക്കുന്ന NDA പ്രതിപക്ഷത്തിരുന്ന കാലത്ത്
ജനങ്ങളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് തന്നെ വെച്ചുകൊണ്ട് ദിവസങ്ങളോളം ആഴ്ചകളോളം ഇന്ത്യൻ പാർലമെന്റ് സ്തംഭിച്ച രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ അന്നത്തെ ട്രഷറി ബെഞ്ചസിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ ലീഡേഴ്സ് നടത്തിയ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തിയ നീക്കമെന്ന് പറയുന്നത് പ്രതിപക്ഷവുമായി സംസാരിക്കുക എന്നുള്ളതാണ്. പ്രതിപക്ഷവുമായി ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ പോലും ഒരു ധാരണ ഉണ്ടാക്കിയ ശേഷം മാത്രമാണ് ആ ധാരണയനുസരിച്ച് ലെജിസ്ലേച്ചർ കൂടാറുള്ളത്. എന്നാൽ ഇന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിപക്ഷത്തെ നേതൃത്വവുമായി സംസാരിച്ച് പെഗസസ് എന്ന് പറയുന്ന ഇഷ്യൂവിനെക്കുറിച്ച് ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ അത് ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് ഗവൺമെൻറ് ഒരു വളരെ ശക്തമായ സ്റ്റാൻഡ് എടുക്കുമ്പോൾ അവിടെ സംശയത്തിൻ്റെ മുന്നിലും പ്രതിരോധത്തിലുമാണ് ഗവൺമെൻറ് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ശരത്ത് ഈ ഗവൺമെൻറ്റിന് മുന്നിൽ ലോകസഭയിലും രാജ്യസഭയിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളെ അതിജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് പ്രതിപക്ഷം കുറെ കൂടി ഇക്കാര്യത്തിൽ ടൈറ്റ് ആയിട്ടുണ്ടോ? ഞാൻ പ്രതിപക്ഷത്തിലേക്ക് വരാം. പ്രതിപക്ഷത്തെ കഴിഞ്ഞ 2014 മുതൽ ശ്രീ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് ഇവിടുത്തെ പ്രതിപക്ഷത്തെ നേരിട്ട് കൊണ്ടിരുന്ന ഏറ്റവും വലിയ ടാക്ടിക്സ് എന്ന് പറയുന്നത് വേട്ടയാടാനിട്ട് ഓടിക്കുന്ന ഇരയെ ഓടിച്ചോടിച്ച് മടിപ്പിക്കുക, അങ്ങനെ നിശബ്ദമാക്കുക, അതിനെ കീഴടക്കുക എന്ന ഒരു തന്ത്രത്തിലൂടെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പലപ്പോഴും ഗവൺമെൻറ്റിന് പ്രതിപക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധം നേരിടേണ്ടി വന്നപ്പോഴും ഇന്നത്തെ ഈ ചർച്ചയുടെ ടൈറ്റിലായി നമ്മൾ കാണുന്ന ജനാധിപത്യ സ്ഥാപനങ്ങളെ, അത് ഇന്ത്യൻ ലെജിസ്ലേച്ചറിനെ ആണെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനെ ആണെങ്കിലുമൊക്കെ പല രീതിയിൽ സിസ്റ്റമാറ്റിക്കായി അവഗണിക്കുന്ന സ്റ്റാൻഡുകൾ ഈ ഗവൺമെൻറ് എടുക്കുന്നു എന്ന് വലിയ ആരോപണം ഈ ഗവൺമെൻറ്റിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് പാർലമെൻറ്റിൽ നമ്മൾ കാണുന്നതും പ്രതിപക്ഷം ഒരു വലിയ ഇഷ്യൂ കൊണ്ടുവന്നുകൊണ്ട് മൗലിക അവകാശത്തെ ധ്വംസിക്കുന്ന രീതിയിൽ ഉള്ള ആരോപണങ്ങൾ ഗവൺമെൻറ്റിന് നേരെ തിരിയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്താൻ ഈ ഗവൺമെൻറ് തയ്യാറല്ല എന്ന് പറയുമ്പോൾ അവിടെയും ജനാധിപത്യത്തിൻ്റെ വാതിലുകൾ പകുതിയെ തുറന്നിടാവൂ എന്ന ഒരു ശാഠ്യത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ ഒരു പൊസിഷനിങ് ഈ ഗവൺമെൻറ് എടുക്കുന്നത് എന്നൊരു വലിയ ചോദ്യം അവശേഷിക്കുകയാണ്. എന്നാൽ നമ്മൾ പ്രതിപക്ഷത്തേക്ക് നോക്കുക. കഴിഞ്ഞ ജൂലൈ 19 മുതൽ ഇങ്ങോട്ട് പെഗസസ് ഇഷ്യൂവിൽ പ്രതിപക്ഷം വളരെ ശക്തമായ സ്റ്റാൻഡിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 3-4 ദിവസം നിതീഷ് കുമാർ ഈ സ്റ്റാൻഡ് എടുക്കുന്നതിന് മുൻപ് വരെ ചില അഡ്ജസ്റ്റ്മെൻറ്റിന് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വേണമെന്നില്ല, ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തിയാൽ മതിയെന്നും അങ്ങനെ ഒരു സഹകരണത്തിന് പോലും പ്രതിഷേധം നേരിടേണ്ടി വന്നപ്പോഴും ഇന്നത്തെ ഈ ചർച്ചയുടെ ടൈറ്റിലായി നമ്മൾ കാണുന്ന ജനാധിപത്യ സ്ഥാപനങ്ങളെ, അത് ഇന്ത്യൻ ലെജിസ്ലേച്ചറിനെ ആണെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനെ ആണെങ്കിലുമൊക്കെ പല രീതിയിൽ സിസ്റ്റമാറ്റിക്കായി അവഗണിക്കുന്ന സ്റ്റാൻഡുകൾ ഈ ഗവൺമെൻറ് എടുക്കുന്നു എന്ന് വലിയ ആരോപണം ഈ ഗവൺമെൻറ്റിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് പാർലമെൻറ്റിൽ നമ്മൾ കാണുന്നതും പ്രതിപക്ഷം ഒരു വലിയ ഇഷ്യൂ കൊണ്ടുവന്നുകൊണ്ട് മൗലിക അവകാശത്തെ ധ്വംസിക്കുന്ന രീതിയിൽ ഉള്ള ആരോപണങ്ങൾ ഗവൺമെൻറ്റിന് നേരെ തിരിയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്താൻ ഈ ഗവൺമെൻറ് തയ്യാറല്ല എന്ന് പറയുമ്പോൾ അവിടെയും ജനാധിപത്യത്തിൻ്റെ വാതിലുകൾ പകുതിയെ തുറന്നിടാവൂ എന്ന ഒരു ശാഠ്യത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ ഒരു പൊസിഷനിങ് ഈ ഗവൺമെൻറ് എടുക്കുന്നത് എന്നൊരു വലിയ ചോദ്യം അവശേഷിക്കുകയാണ്. എന്നാൽ നമ്മൾ പ്രതിപക്ഷത്തേക്ക് നോക്കുക. കഴിഞ്ഞ ജൂലൈ 19 മുതൽ ഇങ്ങോട്ട് പെഗസസ് ഇഷ്യൂവിൽ പ്രതിപക്ഷം വളരെ ശക്തമായ സ്റ്റാൻഡിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 3-4 ദിവസം നിതീഷ് കുമാർ ഈ സ്റ്റാൻഡ് എടുക്കുന്നതിന് മുൻപ് വരെ ചില അഡ്ജസ്റ്റ്മെൻറ്റിന് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വേണമെന്നില്ല, ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തിയാൽ മതിയെന്നും അങ്ങനെ ഒരു സഹകരണത്തിന് പോലും പ്രതിപക്ഷം ഒരു അയവ് വരുത്തി മുന്നോട്ട് വന്നിരിക്കുന്നു. എന്നാൽ നിതീഷ് കുമാറിൻ്റെ ഇന്നലത്തെ പ്രസ്താവന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പ്രതിപക്ഷത്തിന് കൂടുതൽ ശക്തമായി ഈ ഗവൺമെൻറ് നേരിടാനുള്ള
ഒരു ശക്തി പകർന്നിരിക്കുകയാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയുന്നു, നിതീഷ് കുമാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജിംനാസ്റ്റാണ്. അദ്ദേഹത്തെ കണ്ടുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ നമ്മൾ കണ്ടതാണല്ലോ 2014-ലെയും 19-ലെയും തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ എടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ നിതീഷ് കുമാറിനെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതെങ്കിൽ അത് എനിക്ക് തോന്നുന്നില്ല പരിണിതപ്രജ്ഞരായ അനുഭവ സമ്പത്തുള്ള പ്രതിപക്ഷത്തെ നേതാക്കൾ അങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ പ്രതിപക്ഷത്തിന് കൂടുതൽ ഊർജം പകരുന്ന ഒന്നായി ഭരണപക്ഷത്തെ ഈ വിള്ളൽ മാറിയിട്ടുണ്ട്. NDAയിൽ നിന്ന് മറ്റൊരു ശബ്ദമുയരുന്നു. അത് ഗവൺമെന്റിനെയും ശ്രീ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന NDA അലയൻസിനെയും ഒരു വലിയ പ്രതിരോധത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്, സമ്മർദ്ദത്തിലാക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. ശ്രീ ശിവദാസൻ, ഇപ്പോൾ കർഷക, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കല്ല പോകുന്നതെങ്കിലും ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു താരതമ്യം, ഇപ്പോൾ കർഷക നിയമങ്ങളുമായി, അത് കർഷക ദ്രോഹ നിയമങ്ങളാണ് എന്ന നിലയിൽ ഒരു നിലപാടെടുത്ത് രാജിവെച്ച് മന്ത്രിസഭയിൽ നിന്ന് പുറത്തു വന്നതാണ് NDAയിലെ BJPയുടെ മറ്റൊരു ഘടകകക്ഷിയായിട്ടുള്ള അകാലിദൾ. ഈ വിഷയം വരുമ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും വളരെ തന്ത്രശാലിയായിട്ടുള്ള നിതീഷ് ഈ വിഷയത്തിൽ പെഗാസസ് ഫോൺ ചോർത്തലിൽ മോദിയുടെയും അമിത്ഷായുടെയും അതുവഴി NDAയുടെയും സർക്കാരിൻ്റെയും പൊതുനിലപാടിന് വിരുദ്ധമായി ഒരു നിലപാട് സ്വീകരിക്കുന്നു. പാർലമെൻറ്റ് ചേരാൻ കഴിയുന്നില്ല. കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് ഈ വിഷയത്തിലുള്ള വിമർശനം ഉന്നയിക്കാൻ, പ്രതിഷേധം ഉന്നയിക്കാൻ അംഗങ്ങൾ തയ്യാറാകുന്നത് ഇന്നും കണ്ടു. ഇന്ന് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചെയറിലിരിക്കുന്ന അധ്യക്ഷൻ പറയുന്നു, ബില്ലിനെ കുറിച്ച് സംസാരിക്കൂ എന്ന നിലയിൽ ഈ വിഷയം പരാമർശിക്കാതിരിക്കാൻ പരിശ്രമിക്കുന്നതും കാണാമായിരുന്നു. അപ്പോൾ സമാന്തര പാർലമെന്റ് എന്ന ആശയം ഇന്ന് മുന്നോട്ട് വെച്ചതായും കാണുന്നു. ഏത് നിലയ്ക്കാണ് പ്രതിപക്ഷം ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഈ പ്രശ്നങ്ങളെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതിൽ നിതീഷ് കുമാറിൻ്റെ പ്രസ്താവന ഇവിടെ പലരും സൂചിപ്പിച്ചല്ലോ. BJPയുടെ മുന്നണിയിൽ NDAയിൽ അതിശക്തമായ വിള്ളൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഒരു വസ്തുത. അതിൽ നിതീഷ് കുമാറിൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ബഹുജന സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് കൂടി രൂപപ്പെട്ട ഒന്നായിട്ട് വേണം നമ്മൾ കാണാൻ. ഇപ്പോൾ BJPയിൽ തന്നെ നോക്കുക, അവരുടെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ബാബുൽ സുപ്രിയോ അദ്ദേഹം BJP വിടുകയാണെന്നും ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണെന്നും എനിക്ക് ഇപ്പോഴുള്ള രാഷ്ട്രീയ നേതൃത്വവുമായി യോജിച്ച് പോകാൻ കഴിയില്ല എന്നും പറഞ്ഞ് MP സ്ഥാനം തന്നെ രാജിവെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും പ്രസ്താവന ഇറക്കുകയൊക്കെ ചെയ്തല്ലോ. അകാലിദളിൻ്റെ നേരത്തെ എടുത്തിട്ടുള്ള സ്റ്റാൻഡ് ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ BJPയോട് ചേർന്ന് നിൽക്കുന്ന, അവരോടൊപ്പം ചേർന്ന് നിന്ന് അധികാരത്തിൻ്റെ എല്ലിൻ കഷണങ്ങൾ നേടിയിട്ടുള്ളവരിൽ പലരും തന്നെ തങ്ങൾക്ക് BJPയോടൊപ്പം നിന്നാൽ തങ്ങളോടൊപ്പം നിൽക്കുന്ന ബഹുജനങ്ങളാരും കൂടെ ഉണ്ടാവില്ല എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതോടൊപ്പം ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു BJP എല്ലാം ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? പെഗാസസ് ചർച്ച ചെയ്തൂടെ? കാർഷിക നിയമങ്ങളെക്കുറിച്ച്, അത് പിൻവലിക്കേണ്ടുന്ന ആവശ്യത്തെക്കുറിച്ച്, കർഷകരുടെ സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമല്ലോ. രാജ്യത്തുയർന്നു വരുന്ന അതിഭീകരമായ നിലയിൽ ജനജീവിതം ദുരിതത്തിലാക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവിനെ കുറിച്ച് ചർച്ച ചെയ്യാലോ. അതൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണല്ലോ പ്രശ്നം. അവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ മുദ്രാവാക്യം, ബാനറുകൾ പ്രസക്തമാകുന്നത്. ആ പാർലമെന്റിൽ പ്രതിപക്ഷം ഉയർന്ന മുദ്രാവാക്യം എന്താ? ചർച്ച വേണം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിൻ്റെ മുകളിൽ ചർച്ച വേണം, പെഗാസസിൻ്റെ മുകളിൽ ചർച്ച വേണം, കർഷക ദുരിതത്തിൻ്റെ മുകളിൽ ചർച്ച വേണം എന്നുള്ളതാണ്. പക്ഷെ ചർച്ച നടത്താതെ പാർലമെൻറ്റിലെ സമ്മേളിക്കുന്ന 20 ദിവസത്തിനുള്ളിൽ 31 ബില്ലുകൾ, അത് കർഷകദ്രോഹ ബില്ലുകൾ, തൊഴിലാളി ദ്രോഹ ബില്ലുകൾ, ജനവിരുദ്ധമായിട്ടുള്ള ബില്ലുകൾ, അത് പാസ്സാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പാർലമെൻറ്റിൽ നടക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അതിൽ ഓരോ ബില്ലിൻ്റെയും വിശദാംശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അപകടം നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ രാജ്യത്തിന് നൽകിയിട്ടുള്ള മഹത്തായിട്ടുള്ള സംഭാവന നമുക്കറിയാവുന്ന കാര്യമാണ്. ഇൻഷുറൻസ് സെക്ടറിനെ പരിപൂർണമായി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിൻ്റെ തുടക്കം കുറിക്കുന്ന ബില്ല് ഇവർ തയ്യാറാക്കിയിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ബാങ്കിങ് മേഖലയെ ആകെ സ്വകാര്യവൽക്കരിക്കാൻ ഇന്ന് VM സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ചില ലേഖനങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ചർച്ചയായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എല്ലാ അർത്ഥത്തിലും ബാങ്കിങ് മേഖലയെ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുക, ഇൻഷുറൻസ് മേഖലയെ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുക, തൊഴിലെടുക്കുന്ന ജനങ്ങൾക്ക് ഇതിനെതിരായി ശബ്ദിക്കാനുള്ള അവസരം നിഷേധിക്കുക തുടങ്ങിയ താല്പര്യങ്ങളുമായിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇതിൽ
നാം കാണുന്ന ഒരു കാര്യം എന്താണ്? പ്രാദേശിക പാർട്ടികൾ, സംസ്ഥാനങ്ങളുടെ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അവയൊക്കെ BJPക്കെതിരായി ഒളിഞ്ഞും തിരിഞ്ഞും സംസാരിക്കുന്നു എന്നുള്ളതും കൂടി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് BJPയുടെ പ്രതിനിധികൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിനായി ശബ്ദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ആളുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ പെരുമാറുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമായി നാം കാണേണ്ടുന്ന കാര്യമാണ്. വളർന്നു വരുന്ന ജനരോഷത്തിന്റെ പ്രതിഫലനമായി അതിനെ കാണണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, നേരത്തെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MPയും അതിനു മുമ്പ് ശ്രീ ശിവദാസനുമൊക്കെ രാജ്യസഭയിലും ലോക്സഭയിലുമൊക്കെ എങ്ങനെയാണ് ഒരു ചർച്ച നടക്കാൻ പര്യാപ്തമായൊരു സാഹചര്യം ഈ പ്രതിഷേധങ്ങൾ ഉയർത്തുമ്പോൾ പോലും ശ്രമിച്ചിട്ടുള്ളത് എന്ന് വളരെ വിശദമായി തന്നെ അവതരിപ്പിച്ചു. അതൊരു വാചകത്തിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. പോട്ടെ, പ്രധാനമന്ത്രി ഇപ്പോൾ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. പ്രധാനമന്ത്രിയുടെ ഒരു ഒറ്റ വാചകം പോരെ? നേരത്തെ ശ്രീ കൊടിക്കുന്നിൽ പറഞ്ഞ പോലെ ഇത്ര മണിക്കൂർ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് വന്നാൽ അവിടെ ആ പ്രതിഷേധത്തിന് ഫുൾ സ്റ്റോപ്പ് വീഴുകയാണ്. ചർച്ചയ്ക്കുള്ള ഒരു പശ്ചാത്തലം ഒരുങ്ങും. അതിന് ഭരണപക്ഷം തയ്യാറേ അല്ല. ഇപ്പോൾ നിതീഷിൻ്റെ നിലപാട് ഭരണപക്ഷത്തെ സംബന്ധിച്ചൊരു തിരിച്ചടിയാണ്. ഇന്നിപ്പോൾ ലോക്സഭയിലെ സ്പീക്കർ ഓം പ്രകാശ് ബിർള പറയുന്നുണ്ടായിരുന്നു, ഈ സഭയിൽ നടക്കുന്നതൊക്കെ രാജ്യം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന്. ഈ ചാരപ്പണിയെക്കുറിച്ച്, ആ ചാരപ്പണിയുമായി ബന്ധപ്പെട്ട സർക്കാർ നടത്തുന്ന നടപടികളെയും രാജ്യം ഉറ്റുനോക്കുകയാണ്. അതിന് നേരെയാണ് മുഖം തിരിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ആക്ഷേപം അത് നിതീഷ് കുമാർ പോലും വെക്കുകയല്ലേ? ശ്രീ ശരത്തെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾക്ക് ഒരടിസ്ഥാനം ഉണ്ടായിരിക്കണം. പെഗാസസ് ഒരു ഉണ്ടയില്ല വിടിയാണ്. കുറെ ഫോൺ നമ്പർ കയ്യിൽ വെച്ചുകൊണ്ട് വിശ്വാസയോഗ്യമല്ലാത്ത ചില ഏജൻസികൾ ഞങ്ങൾ ഫോൺ ചോർത്തി എന്ന് പറയുമ്പോൾ അതിന് തെളിവില്ലാതെ, യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാതെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാനുള്ള വേദിയല്ല ഇന്ത്യൻ പാർലമെന്റ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഒന്ന്, അന്വേഷിക്കാതെ എങ്ങനെ ആ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു? രണ്ട്, നിതീഷ് കുമാർ എന്ന നിങ്ങളുടെ തന്നെ ഘടകകക്ഷി നേതാവ് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കല്ലേ? ഞാൻ പറയാം. അല്ല, അതിൽ ഞാൻ പറയുന്നത് എന്താണ്? ഒറ്റ വേഗത്തിൽ അദ്ദേഹത്തിലേക്ക് പോകും. ചോദിച്ചോളൂ. ഒറ്റ ചോദ്യമേ ഉള്ളൂ. പെഗാസസ് ഇന്ത്യ ഗവൺമെന്റ് വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നതിൽ എന്താ പ്രശ്നം? വാങ്ങിയിട്ടുണ്ടെങ്കിൽ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കുക, വാങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞേക്കുക. അതിന് വലിയ തർക്കവും ചർച്ചയൊന്നും ആവശ്യമില്ലല്ലോ. അത് പാർലമെന്റിൽ പറഞ്ഞാൽ മതിയല്ലോ. അതിനെന്തിനാ നമ്മൾ മടിക്കുന്നത്? അവിടെയല്ലേ പ്രശ്നം. ഞാൻ പറയാം. ഇതുണ്ടാക്കിയ പെഗാസസ് ഉണ്ടാക്കിയ ഇസ്രായേലി ഏജൻസി ആയിട്ടുള്ള NSO പുറത്തുവിട്ട ലിസ്റ്റിൽ ഇന്ത്യയുടെ പേരില്ല. മറ്റു പല രാജ്യങ്ങളുടെ പേരും അതിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ പേര് അതിലില്ല. ഞങ്ങൾ ഇത് ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തു എന്ന് ഇസ്രായേൽ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. കാറ്റഗോറിക്കലായി പറഞ്ഞിട്ടുമില്ല മാസ്റ്റർ. ഉത്തരം പറയാത്തതുപോലെ NSOയും അവിടെ മൗനം പാലിക്കുന്നു. അതാണ് ഇതിലെ അവ്യക്തത, ദുരൂഹത. ഞാൻ പറയുന്നത്, അവർ കുറെ രാജ്യങ്ങളുടെ പേര് അതിലുണ്ട്. ആ പേര് പറഞ്ഞ ലിസ്റ്റിൽ ഭാരതം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആയിരുന്നു. ആ പേരില്ല, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അത് വിശ്വസനീയമല്ല. അതുകൊണ്ട് മാത്രം അത് വിശ്വസനീയമല്ല സാർ. ബഹുമാനത്തോടെ ഞാൻ പറയുന്നു, അതുകൊണ്ട് മാത്രം NSOയുടെ ആ ഒരു വിശദീകരണം നമ്മുടെ രാജ്യത്തിന് മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല. അല്ല, ഞാൻ പറയാം. ഇതില് ഇന്ത്യയുടെ IT മന്ത്രിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ കൃത്യമായി, ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല. കേന്ദ്രത്തിലാണെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറി, സംസ്ഥാനത്താണെങ്കിൽ ഹോം സെക്രട്ടറി ഒക്കെ അടങ്ങുന്ന ഒരു ഏജൻസിയും റിവ്യൂ കമ്മിറ്റിയൊക്കെ ഉണ്ട്. അതാണ് അന്വേഷിക്കാനുള്ള സംവിധാനം ഇന്ത്യയിലുണ്ട്. ആ സമയത്ത് മറ്റൊരു സംവിധാനത്തിന് ആവശ്യമില്ല. ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ പുറത്തു പറയുന്നത് പ്രയാസമില്ല. മാത്രവുമല്ല, ഇവിടെ നിങ്ങൾ നിതീഷ് കുമാറിന്റെ വിഷയത്തെ കുറിച്ച് സൂചിപ്പിച്ചു. നിതീഷ് കുമാർ സാധാരണ നിലയിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഭരണകക്ഷിയിൽ ഉള്ള സമയത്ത് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള NDA മുന്നണിക്ക് ചേരാത്ത കാര്യങ്ങൾ പറയുന്ന ആദ്യമായിട്ടില്ല. അദ്ദേഹം നിരവധി തവണ ഇത്തരം കാര്യങ്ങൾ പറയുന്നില്ല, അല്ലെ? നിരവധി തവണ അദ്ദേഹം കാര്യങ്ങൾ ഇപ്പൊ കേരളത്തിൽ നമുക്ക് അറിയണം. LDF മുന്നണിയിൽ CPIക്ക് പല വിഷയങ്ങളും വിരുദ്ധ നിലപാടുണ്ടല്ലോ.
പല വിഷയങ്ങളിലും അവരത് വിരുദ്ധ നിലപാടുകളോ പത്രങ്ങളോ പ്രകടിപ്പിച്ചല്ലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിതീഷ് കുമാറിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ മറ്റുണ്ടെങ്കിൽ ചർച്ച ചെയ്യപ്പെടും. ആ കാര്യത്തിൽ സാധിച്ചു. ഇവിടെ പ്രതിപക്ഷത്തിന് തന്നെ ഐക്യമുണ്ടോ? ഇന്ന് രാജ്യസഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വലിയ ബഹളം നടന്ന സമയത്ത് LDFും കോൺഗ്രസും അതുപോലെ തന്നെ SP അടക്കമുള്ള കക്ഷികള് നടുത്തളത്തിലിറങ്ങി വലിയ പ്രതിഷേധം വെച്ചപ്പോ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ വെറുതെ എഴുന്നേറ്റ് നിൽക്കുക ചെയ്തത്. അവർക്ക് വലിയ താല്പര്യമില്ല. അവർ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്, ഇതൊരു അടിസ്ഥാനരഹിതമായ ആരോപണം. ഇന്ത്യൻ പാർലമെന്റിൽ കാര്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു വിഷയമൊന്നുമില്ല. ഫാം ബില്ലിനെ അനുകൂലിച്ചവരാണ്. ഫാം ബില്ല് തന്നെ ഫാം ബിൽ പാസ്സാക്കാനുള്ള മാനിഫെസ്റ്റോയിൽ പറഞ്ഞവരാണ് കോൺഗ്രസ്സുകാർ. അപ്പൊ അതുകൊണ്ട് ഇതുവരെ ഈ ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാം നിങ്ങളുടെ നിലപാടുകൾ വളരെ വിശദമായി തന്നെ അവതരിപ്പിച്ചു. ഇനി അവശേഷിക്കുന്ന സമയത്ത് നമ്മൾക്ക് ചുരുക്കത്തിൽ വിഷയങ്ങളിലേക്ക് വരാം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, എന്താണ് താങ്കളുടെ മറുപടി? BJP നേതാവ് ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മോദി പറഞ്ഞതും കേന്ദ്ര നേതൃത്വം പറയുന്നതിൻ്റെയും തുടർച്ചയിൽ നിന്നുകൊണ്ട് വിശദീകരിക്കുകയാണല്ലോ കാര്യങ്ങൾ. പ്രതിപക്ഷമാണ് ഇതിനെല്ലാം കുഴപ്പം, ഇതിലൊരു ചർച്ചയുടെ ആവശ്യമില്ല, NSO പറഞ്ഞു കഴിഞ്ഞല്ലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രധാനമന്ത്രി എന്തൊക്കെ പറഞ്ഞാലും പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയാലും BJP നേതൃത്വം എന്തൊക്കെ പ്രതിപക്ഷത്തിനെതിരെ പറഞ്ഞാലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും. കാരണം നമ്മൾ പാർലമെന്റിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറായാൽ അവിടെ പ്രതിപക്ഷം സഹകരിച്ച ആ ചർച്ച പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഗവൺമെന്റ് ഭാഗത്ത് മറുപടി വന്നാൽ അതോടുകൂടി അത് തിരിയാണ്. പക്ഷേ എന്തുകൊണ്ട് പെഗാസസിന്റെ കാര്യത്തിൽ മാത്രം ഒരു ചർച്ചയ്ക്ക് ഈൽഡ് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല? നമുക്കറിയാം, പ്രധാനമന്ത്രി മറുപടി പറയുന്നതിന് എന്തെങ്കിലും പ്രധാനമന്ത്രിക്ക് മറുപടി പറയാൻ തടസ്സമുണ്ടോ? ആഭ്യന്തരമന്ത്രി മറുപടി പറയാൻ തീർച്ചയായും പ്രാപ്തനാണല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പ്രതിപക്ഷത്തിനെ കുറ്റപ്പെടുത്തി തടിയൂരാനാണ് BJP ഇതിൽ കാണുന്നത്. ശ്രീ കൊടിക്കുന്നിൽ താങ്കളോട് തന്നെയാണ്. അതായത് BJP ഇതിൽ കാണുന്നത്, ഇതിൽ ചർച്ചയൊന്നും വേണ്ട, ഇപ്പോൾ അമിത്ഷാ അത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു, അതോടെ ചാപ്റ്റർ ക്ലോസ്ഡ്. NSOയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, അതിൽ ഇന്ത്യ എന്ന് പരാമർശിച്ചിട്ടില്ലല്ലോ, അവരുടെ ക്ലൈന്റ് ലിസ്റ്റിൽ ഇന്ത്യ ഇല്ല എന്നാ കമ്പനി പറഞ്ഞല്ലോ, പിന്നെന്തിന് ചർച്ച? അതോടെ എല്ലാം കഴിഞ്ഞില്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ പ്രതിപക്ഷ നേതാക്കന്മാരുൾപ്പെടെ നമ്മുടെ ജുഡീഷ്യറിലെ ജഡ്ജിമാരുൾപ്പെടെ ജേർണലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് പെഗാസസിന്റെ ലിസ്റ്റിൽ വന്നത്? അവരെങ്ങനെയാണ് ഇവരുടെ ടെലിഫോൺ ടാപ്പ് ചെയ്തത്? അപ്പോ വളരെ സെൻസിറ്റീവായ ഒരു മേഖലയിലേക്ക് ഇവർ കടന്നു കയറിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഫ്രീഡത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ഫ്രീഡം ആൻഡ് ലിബർട്ടി. ഇതിനെതിരായിട്ടുള്ള ഒരു നീക്കമാണ് പെഗാസസ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ഈ കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് എന്തുകൊണ്ട് ഗവൺമെന്റ് തയ്യാറാകുമ്പോൾ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നടന്നിട്ടുണ്ടെന്നാണല്ലോ ഈ വാർത്തകൾ വരുന്നത്, ഈ വെളിപ്പെടുത്തലുകൾ വരുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഇത് ഒന്നും നടന്നിട്ടില്ലെന്ന് കൈകഴുകാൻ പറ്റുമോ? പറ്റത്തില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അത് തന്നെയാണ് നിതീഷ് കുമാറും പറഞ്ഞത്. നിതീഷ് കുമാറിന്റെ നിലപാട് ഇവിടെ ശരത്ത് പറഞ്ഞല്ലോ. പ്രതിപക്ഷത്തിന് മാത്രമല്ല, നിതീഷ് കുമാർ എന്ന് പറയുന്ന NDAയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ നിതീഷ് കുമാറിന് ഇതേ അഭിപ്രായമാണുള്ളത്. അപ്പോൾ ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറാകണമായിരുന്നു. ഗവൺമെന്റ് ചർച്ച ചെയ്തായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് 3 മണിക്കൂർ കൊണ്ട് തീരാവുന്ന ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് ഒരു പാർലമെന്റ് സമ്മേളനത്തെ മുഴുവൻ വാഷ് ഔട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഇവിടെ അവർക്ക് പാർലമെന്റ് മൃഗീയമായ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് പ്രതിപക്ഷ നടുത്തളത്തിലാണെങ്കിൽ പോലും ബില്ലുകൾ പാസ്സാക്കാം, അല്ലെങ്കിൽ അവർ ഗവൺമെന്റ് അജണ്ടകൾ പാസ്സാക്കി കൊണ്ടുപോകാം. പക്ഷെ അതൊരു പാർലമെന്ററി ജനാധിപത്യത്തിന് ഗുണകരമാണോ? പാർലമെന്ററി ആരോഗ്യപരമായ ഒരു ഒന്നാണോ അത്? അങ്ങനെ പ്രതിപക്ഷ നടുത്തളത്തിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും സഭ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ സുപ്രധാനമായ ബില്ലുകൾ, നേരത്തെ ഇവിടെ ശിവദാസൻ ചൂണ്ടിക്കാണിച്ച പോലെ രാജ്യത്തെ ബാധിക്കുന്ന സുപ്രധാനമായ നിയമങ്ങൾ, അതിൽ ഒരു ചർച്ച പോലും നടക്കാതെ, അതിൽ പ്രതിപക്ഷത്തിന്റെ ഒരു കാഴ്ചപ്പാട് പോലും കേൾക്കാതെ ഇതൊക്കെ കോർട്ടിനായിട്ട് പാസ്സാക്കി പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഗുണകരമാണോ? അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തിന് ഗുണകരമാണോ? അങ്ങനെ എത്ര കാലം ഇങ്ങനെ പാസ്സാക്കി കൊണ്ടുപോകാൻ പറ്റും? തീർച്ചയായും ഇത് BJP വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ചെന്ന് പെട്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാരും വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ചെന്ന് പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ പെഗാസസിന്റെ കാര്യത്തിൽ 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുകയും അവിടെ നടത്തിയ ചർച്ചകളും ഒക്കെ തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെ തുടർന്നാണ് ഈ പെഗാസസുമായി ബന്ധപ്പെട്ട ഈ കരാർ ഉണ്ടാക്കിയെന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. ശരിയോ തെറ്റോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ വലിയ ദുരൂഹതകളാണ്
ഇതിനെ സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന, രാജ്യസുരക്ഷയിൽ വളരെ അധികം കൺസേൺഡ് ആയ അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന BJPയും കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഒളിച്ചോട്ടം നടത്തുന്നു, എന്തുകൊണ്ട് അവർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നതിനെ സംബന്ധിച്ച് എല്ലാവർക്കും മനസ്സിലാവും. അവിടെയാണ് ശ്രീ കൊടുക്കുന്നിൽ ഞാനൊന്ന് മടങ്ങി വരാം, ഒരു റൗണ്ട് കൂടി മടങ്ങി വരാം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. പക്ഷേ അതിന് ഉത്തരമില്ലാത്ത വിധം കാര്യങ്ങൾ നിൽക്കുകയാണ്. ശ്രീ ഷാജി ജോസഫ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഈ വിഷയം ഉയരുമ്പോൾ അതേക്കുറിച്ച് ചർച്ചയില്ല, പൊതുവായി സ്വീകാര്യമായിട്ടുള്ള ഒരു അന്വേഷണ പ്രഖ്യാപനവും. ശരത് ഒരു മിനിറ്റ്, പെഗാസസുമായി ബന്ധപ്പെട്ട് മറ്റു രാജ്യങ്ങളിൽ ഇത് ആരോപണം ഉയർന്നതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും പെഗാസസിന്റെ ഈ സ്പൈ വർക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശ്രീ കൊടുക്കുന്നിൽ അത് തന്നെ വിശദീകരിച്ചുകൊണ്ടാണ് ഞാൻ ശ്രീ ഷാജി ജോസഫിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. ഫ്രാൻസ് ഈ ആംനസ്റ്റി ഫോറൻസിക് ലാബിലെ റിസൾട്ട് വെച്ച് അവരുടെ സൈബർ സെക്യൂരിറ്റി അതോറിറ്റീസ് പരിശോധിച്ച ശേഷം സ്വതന്ത്ര അന്വേഷണത്തിലേക്ക് പോകുന്നു. ഈ ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞ NSO പറഞ്ഞില്ലേ ഇന്ത്യ ഇല്ലല്ലോ എന്ന് പറഞ്ഞ ആ NSO പറഞ്ഞ വിശദീകരണം ഉൾക്കൊള്ളാതെ ഇസ്രയേൽ പോലും അവിടെ അവരുടെ ഓഫീസ് റെയ്ഡ് ചെയ്യുന്ന നിലയിലേക്ക് ഇസ്രയേൽ പോലും പോയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, അമേരിക്ക വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ പെഗാസസിൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇസ്രയേലി ഒഫീഷ്യൽസിൻ്റെ ബന്ധത്തിൽ വലിയ സംശയങ്ങൾ അമേരിക്ക ഉന്നയിച്ചിരിക്കുന്നു. അപ്പോൾ രാജ്യാന്തര തലത്തിൽ വലിയ സംശയങ്ങളും സ്വതന്ത്ര അന്വേഷണവും നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് അന്വേഷണമില്ല. ഇവിടെ സുപ്രീം കോടതിയാണ് അടുത്ത ശ്രദ്ധാകേന്ദ്രം. നിരവധി ഹർജികൾ കിടക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ജോൺ ബ്രിട്ടാസ് ആണ് ആദ്യത്തെ ഹർജി കൊടുത്തത്. ഇന്നിപ്പോൾ എഡിറ്റേഴ്സ് ഗിൽഡ് പോയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് മാധ്യമ സ്വാതന്ത്ര്യം, മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തനത്തെ ചോർത്തുക. ഈ വിധത്തിലുള്ള ഹർജികൾ വരുന്നു. ഈ രാജ്യാന്തര തലത്തിലെ അന്വേഷണങ്ങൾ ഇന്ത്യക്ക് ബാധകമല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് സുപ്രീം കോടതിയിൽ ഈ കേസ് വരുന്നത് കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു പൊതു സാഹചര്യമാണോ? ശരത്തെ, ഞാൻ ഈ ചർച്ചയിൽ BJPയുടെ പ്രതിനിധിയായ ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞത് ശ്രദ്ധിക്കുകയായിരുന്നു. അതായത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു പ്രശ്നം ഉന്നയിക്കണമെങ്കിൽ ആ പ്രശ്നവുമായി ബന്ധമുള്ള കമ്പനികൾ അത് അംഗീകരിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു പ്രശ്നം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടം കൊണ്ട് തന്നെ മനസ്സിലാക്കുക ഇന്ത്യയുടെ പാർലമെൻറ്റ് ഏത് രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭരണഘടനാപരമായ ധർമ്മം നിർവഹിക്കുന്ന കാര്യത്തിൽ ഈ ഗവൺമെൻറ് എന്ത് കാഴ്ചപ്പാടാണ് വെച്ചിരിക്കുന്നതെന്ന്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. റഫാൽ എന്ന ഇഷ്യൂ പാർലമെൻറ്റിലേക്ക് കടന്നു വന്നപ്പോൾ റഫാൽ ഉണ്ടാക്കുന്ന ദസോ എന്ന് പറയുന്ന കമ്പനി യെസ് എന്ന് പറഞ്ഞതിന് ശേഷമാണോ വന്നത്? അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് എന്ന ഇഷ്യൂ പാർലമെൻറ്റിൽ കടന്നു വന്നു. ആ ഹെലികോപ്റ്റർ ഉണ്ടാക്കുന്ന കമ്പനി യെസ് എന്ന് മൂളിയതിന് ശേഷമാണോ ഇവിടെ ചർച്ച നടന്നത്? പോട്ടെ, ബോഫോഴ്സ് വന്നു, പുറകോട്ട് പോയാൽ ബോഫോഴ്സ് വന്നു. ബോഫോഴ്സ് ഇഷ്യൂ ഇന്ത്യൻ പാർലമെൻറ്റിൽ BJP നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷം അവതരിപ്പിച്ചത് സ്വീഡിഷ് കമ്പനിയുടെ അനുവാദം കിട്ടിയതിന് ശേഷമാണോ? അല്ലെങ്കിൽ സ്വീഡിഷ് കമ്പനി അംഗീകരിച്ചതിന് ശേഷമാണോ? അപ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങൾ വീണ്ടും ഈ ഗവൺമെൻറ് ഈ പ്രശ്നത്തെ പെഗാസസ് ഇഷ്യൂവിനെ ഈ ഹൗസിൽ ചർച്ച ചെയ്യിക്കാനോ കൊണ്ടുവരാനോ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മകുടമായ തെളിവാണ്. പക്ഷേ ആ സ്ട്രാറ്റജിയിൽ എങ്ങനെ മുന്നോട്ട് പോകാനാകും? മൃഗീയ ഭൂരിപക്ഷം എന്നുള്ളതുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു പ്രക്രിയയിൽ ഒരു ഭരണപക്ഷത്തിന് പോകാനാകുമോ? ഇന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ കൂട്ടായ്മ അതങ്ങനെ കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിനും കഴിയുമോ എന്നൊരു പ്രശ്നമുണ്ട്. സുപ്രീം കോടതി ശ്രദ്ധാകേന്ദ്രമാകുന്നുണ്ടോ? വ്യാഴാഴ്ച ഹർജി വരികയാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് പോയത് ഒരു റിപ്രീവാണ്. സുപ്രീം കോടതി ഈ കേസ് ടേക്കപ്പ് ചെയ്യുന്ന അന്ന് മുതൽ സുപ്രീം കോടതിയിലെ തീരുമാനം എത്തിയ ശേഷമേ ഇനി ഇവിടെ ചർച്ച ഉണ്ടാകൂ എന്ന് പറയാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് സാധിക്കും. ബിക്കോസ് ഹി വിൽ സിംപ്ലി ബ്രിങ് ഇൻ എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ലെജിസ്ലേച്ചർ ആൻഡ് ദ ജുഡീഷ്യറി. കോടതിയുടെ പരിഗണനയിലാണ്. എന്നാൽ ഒരു കാര്യം വളരെ കൃത്യമാണ്. ജനങ്ങൾക്ക് മുൻപിൽ ഈ ഗവൺമെൻറ് ഈ ഇഷ്യൂവിൽ എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് ഇനി മറ്റൊരു തെളിവില്ല. ഇതൊരു നോൺ ഇഷ്യൂ ആണെന്ന് എത്ര ആവർത്തി പറയുന്നു അത്രയും ആവർത്തി ഇതൊരു മേജർ ഇഷ്യൂ ആണ്. അതിൽ ഈ ഗവൺമെൻറ് പ്രതിരോധത്തിലാണ്. ഏറ്റവും ഈസിയായി പറയുന്ന ഇങ്ങനെയൊരു പ്രശ്നമില്ല, ഇതിന് തെളിവില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശക്തിയുക്തമായിട്ട് പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ എന്തുകൊണ്ട് പറയുന്നില്ല? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇനി പ്രതിപക്ഷത്തേക്ക് വന്നാൽ പ്രതിപക്ഷം നടത്തുന്ന ഈ നീക്കങ്ങൾ, ഇന്നിപ്പോൾ പ്രതിപക്ഷം
എല്ലാവരും കൂടി ഒന്നിച്ചുകൂടി. ഞാൻ അതിനെ മറ്റൊരു രാഷ്ട്രീയത്തിലാണ്, പ്രതിപക്ഷത്തിനുള്ളിലെ രാഷ്ട്രീയത്തിലാണ് ഞാനത് കാണുന്നത്. വെസ്റ്റ് ബംഗാളിലെ തിരഞ്ഞെടുപ്പിന് ശേഷം മമതാ ബാനർജി പ്രതിപക്ഷത്തെ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നു. അതിന് മുൻപേ തന്നെ 2024 ഒരു തയ്യാറെടുപ്പുമായി ശരത് പവാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെടുന്നു. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷത്തിൽ ഇപ്പോഴും രാഹുൽ ഗാന്ധി തന്നെയാണ് നേതാവ് എന്ന ഒരു പൊളിറ്റിക്കൽ പോസ്ചറിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നിതീഷ് പ്രശാന്ത് കിഷോറിന്റെ ബുദ്ധിയാണോ? ആകാമല്ലോ. ഞാൻ പറയുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാർ ഇന്നലെ എടുത്ത പൊസിഷനിങ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പോസ്ചറിംഗ് ആണ്. നിതീഷ് കുമാറിന് ഈ ഗവൺമെന്റുമായി ഇപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ട്, ശ്രീ നരേന്ദ്രമോദിയുമായി. അത് കാസ്റ്റ് സെൻസസിന്റെ കാര്യത്തിലാണെങ്കിലും കേന്ദ്രമന്ത്രിസഭയിലെ പ്രതീക്ഷിച്ച അക്കോമഡേഷൻ കിട്ടാത്തതിൻ്റെ പേരിലാണെങ്കിലും ഒക്കെ നിതീഷ് കുമാർ തൻ്റെ രാഷ്ട്രീയ ക്രെഡിബിലിറ്റിയും രാഷ്ട്രീയ മഹത്വവും നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എടുക്കുന്നത് ഒരു റെലവൻസിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി മാത്രമാണ് ഞാനതിനെ കാണുന്നത്. അല്ല, ആ പാർട്ടിയിൽ നിന്ന് തന്നെ കുശ്വാഹയൊക്കെ പറഞ്ഞത് പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആണ് എന്ന നിലയിൽ പരസ്യമായി അവർ അവതരിപ്പിക്കുന്നുമുണ്ട്. കുശ്വാഹയും നിതീഷ് കുമാറും രണ്ടായി പിരിഞ്ഞതിന് ശേഷം രണ്ടുപേർക്കും നിലനിൽപ്പില്ല. 7% വരുന്ന കുർമി കൊയ്രി ബീഹാറിലെ വോട്ടേഴ്സിന്റെ സപ്പോർട്ട് ഒന്നിച്ചു നിന്നില്ല എങ്കിൽ ഈ രണ്ട് നേതാക്കൾക്കും വലിയ നിലനിൽപ്പില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നവരാണവർ. അതുകൊണ്ട് നിതീഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു എന്നത് NDA സമ്മർദ്ദത്തിലാക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ ഒരു സമ്മർദ്ദം എത്രത്തോളം ഗവൺമെൻറ്റിനെ ബാധിക്കും, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവരാൻ അത് എത്രത്തോളം സമ്മർദ്ദം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയത്തെ കൃത്യമായി, നിതീഷ് കുമാറിൻ്റെ പൊളിറ്റിക്കൽ പോസ്ചറിങ്ങിനെ കൃത്യമായി മനസ്സിലാക്കുന്ന നേതാക്കളാണ് BJPക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ എനിക്ക് സംശയമില്ല. ഒരു കാര്യം ശരിയാണ്, രാഹുൽ ഗാന്ധി ട്രാക്ടറിൽ യാത്ര ചെയ്താലും സൈക്കിളിൽ യാത്ര ചെയ്താലും അതുമൊക്കെ സാധാരണ ജനങ്ങൾ അവർക്ക് കൃത്യമായി കർഷകരുടെ പ്രതിഷേധത്തിൻ്റെ ഒരു ഭാഗമായി ഒരു സിമ്പലായി അതിനെ കാണും. സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ അത് ഓയിൽ സെക്ടറിലെ ഈ വിലവർദ്ധനയ്ക്ക് എതിരെയുള്ളൊരു പ്രതിഷേധത്തിൻ്റെ സിമ്പലായി കാണും. ഇതൊക്കെ ചെയ്യുമ്പോഴും പ്രതിപക്ഷ കക്ഷികൾക്കിടയിലുള്ള ഐക്യത്തിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ ഐക്യം ഊട്ടിയുറപ്പിക്കുമ്പോൾ കോൺഗ്രസ് തന്നെ ആയിരിക്കണം, രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കണം നേതാവ് എന്ന ഒരു പൊളിറ്റിക്കൽ പോസ്ചറിങ്ങിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ശരത്, ശ്രീ ശിവദാസൻ, BJPയുടെയും ഇപ്പോഴത്തെയും പ്രതീക്ഷ ഈ പ്രതിപക്ഷത്തെ ഐക്യമില്ലായ്മയാണ്. ഇന്ന് കണ്ട ഐക്യം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ തുടർന്നു കൊണ്ടുപോകാനാകുമോ? ആളുകൾക്ക് വലിയ വിശ്വാസം അക്കാര്യത്തിൽ കിട്ടുമോ, നൽകാനാകുമോ? ജനങ്ങളുടെ ഐക്യം എന്നുള്ളത് ഈ കാലത്തിൻ്റെ ആവശ്യമാണ്. അതിൻ്റെ പ്രതിഫലനം ഇന്ത്യൻ പാർലമെൻറ്റിലും ഉണ്ടാവും. BJPക്കെതിരായി, അതുപോലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾക്കെതിരായി ജനങ്ങൾക്കൊപ്പം നിന്ന് സമരരംഗത്തേക്ക് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം കാണേണ്ടതുണ്ട്. ഇപ്പോൾ CPIMൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾ ഈ വിഷയത്തെ കാണുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ബഹുജനങ്ങളുടെ ഇന്ന് അനുഭവിക്കേണ്ടി വരുന്ന ജീവിത പ്രശ്നങ്ങൾ ഉയർത്തുന്നതിന് പറ്റാവുന്നവരോടൊക്കെ കൂട്ടിച്ചേർന്നുകൊണ്ട് തന്നെ ഉയർത്തുക എന്നുള്ളതാണ്. കാരണം BJPയുടെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ അടിച്ചേൽപ്പിക്കലിനെതിരായി അത്തരത്തിലുള്ള ഒരു സമരരീതി പാർലമെൻറ്റിൽ വളരെ അത്യാവശ്യമാണ് എന്ന് ഞങ്ങൾ കാണുകയാണ്. അത് പെഗാസസ് വിഷയത്തിൽ, കാർഷിക പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള പ്രശ്നത്തിൽ, പ്രൈസ് ഹൈക്കിൻ്റെ വിഷയത്തിൽ BJPയുടെ നേതാക്കന്മാരൊന്നും ബലവർദ്ധനത്തിനെ കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നതില്ലല്ലോ. നേരത്തെ സൈക്കിൾ ജാഥ നടത്തിയവർ, നേരത്തെ ഗ്യാസ് സിലിണ്ടർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ആളുകളൊക്കെയാണല്ലോ BJP നേതാക്കന്മാർ. അവരുടെ നേതാവ് ഈ സമീപകാലത്ത് നൽകിയിട്ടുള്ള വിലവർദ്ധനവിനെ കുറിച്ചുള്ള വിശദീകരണമൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ പെട്രോളിൻ്റെ ബാരലിൻ്റെ വില കുറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനകത്ത് ഡീസലിൻ്റെ, പെട്രോളിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ നാം കാണുന്നത്. അപ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില വലിയ നിലയിൽ വർദ്ധിക്കുകയും അതോടൊപ്പം ഈ പറയുന്ന വൻകിട കോർപ്പറേറ്റുകൾക്ക്, എണ്ണ കമ്പനികൾക്ക്, സ്വകാര്യ മുതലാളിമാർക്ക് വലിയ ലാഭം ഉണ്ടാവുകയും ചെയ്യാണ്. 30,000 കോടിയിലധികമാണ് പെട്രോളിയം കമ്പനികൾക്ക്
ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ലാഭം. അതെ, ഈ സാഹചര്യത്തിൽ പ്രത്യാശയുണ്ടോ ലാഭത്തിന്റെ ഒരു വിഹിതം ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച് പ്രതിപക്ഷ ഐക്യം എന്നതിൽ പ്രത്യാശ ഉണ്ടോ? അത് മാത്രം നമുക്ക് ചർച്ച ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. പ്രതിപക്ഷ ഐക്യത്തിൽ പ്രതിപക്ഷ ഐക്യം കൂടുതൽ ശക്തിപ്പെടുകയും ഇൻഷുറൻസ് ബില്ലിനകത്ത് അതുപോലെ ബാങ്കിങ് ബില്ലിനകത്ത് ഒക്കെ പ്രതിപക്ഷം അതിനെതിരായെല്ലാമുള്ള പ്രതികരണം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചിലർക്ക് ഇത്തരത്തിലുള്ള ബില്ലുകളെ കുറിച്ച് ചില അർത്ഥത്തിലെങ്കിലും ചില വ്യാമോഹങ്ങളുണ്ട് എന്നുള്ളത് അപകടകരമായിട്ടുള്ളതായിട്ട് കൂടി CPIM കാണുകയാണ്. ശരി, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, വളരെ ചെറിയൊരു പ്രതികരണം അവസാനമായി. ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറല്ല, അല്ലെങ്കിൽ അന്വേഷണത്തെക്കുറിച്ച് കൃത്യമായ ഒരു നിലപാടെടുക്കുന്നില്ല. ഇതെല്ലാം കാണുമ്പോൾ ആളുകൾക്ക് നേരത്തെ ഇവരൊക്കെ പറഞ്ഞതുപോലെ ഒളിക്കാനുണ്ട്, മറച്ചു പിടിക്കാനുണ്ട്, പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എന്ന് ആളുകൾ കാര്യമായി ധരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. എത്ര വിശദീകരിച്ചാലും, രാഷ്ട്രീയ വിശദീകരണം നടത്തിയാലും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ BJP-യും NDA-യും കേന്ദ്ര സർക്കാരും ചെന്നുപെട്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ. ഒരിക്കലുമല്ല ശരത്. കാരണം ആദ്യമേ തന്നെ ഈ വിഷയത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, പെഗാസസ് പോലുള്ള വിഷയത്തിൽ ഇതിന് യാതൊരു തെളിവില്ല. ഒരു തെളിവുമില്ലാത്ത വിഷയത്തിൽ എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചാലും ജനങ്ങൾ അത് വിശ്വസിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അന്വേഷിച്ച തെളിവുകൾ സമാഹരിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്ന് പറയുന്നത് എന്തൊരു തരം ജനാധിപത്യ സമീപനമാണ്? ഇത് ഒരു 10-50,000 ഫോൺ കയ്യിൽ വെച്ചിട്ട് ഇതിന്റെ ചോർത്തി എന്ന് പറയുമ്പോൾ അതിന് തെളിവില്ലാത്ത ഒരു ആരോപണത്തെ എങ്ങനെയാണ് മുഖവിലിക്കെടുക്കുക? ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ യുക്തി നിങ്ങൾക്കേ മനസ്സിലാകും. സ്വതന്ത്രമായ ഒരു അന്വേഷണം രാജ്യത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി പ്രഖ്യാപിക്കാൻ കഴിയാത്തത് ഇപ്പോഴും സംശയാസ്പദമാണ്. ഇല്ലെന്ന അത് ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നത്. അടിയന്തരാവസ്ഥ പോലുള്ള കാലഘട്ടത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും പാർലമെന്റിലെ ജനാധിപത്യത്തെയും അട്ടിമറിച്ചവരാണ് കോൺഗ്രസ്സുകാർ. തൊഴിലാളികളുടെ സമരങ്ങൾക്കെതിരെ അട്ടിമറി നടത്തിയവരാണ് CPM-ന്റെ ആൾക്കാർ. ഇവർക്കാണ് ജനാധിപത്യം, ലോകത്തിലെ ഏറ്റവും ജനാധിപത്യം. ഇന്ന് രാജ്യത്തെ പത്രാധിപന്മാരുടെ സമൂഹം കൂട്ടായ്മ കൊടുത്തിരിക്കുന്ന ഹർജിയിൽ പറയുന്നത് ഇതേ പ്രശ്നമാണ് ഈ സർക്കാരിനെതിരെ. അല്ലല്ലോ സാർ, അതൊക്കെ നിങ്ങൾ ക്യൂബയിലൊക്കെ പോയാൽ അറിയാം സാർ. ക്യൂബയിൽ സ്വാതന്ത്ര്യ രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ക്യൂബയെ കുറിച്ച് പറയുന്ന സാറിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? ഞാൻ എന്റെ രാജ്യത്തെ കുറിച്ചും രാജ്യത്തെ സുപ്രീം കോടതിയെ കുറിച്ചും അല്ലേ പറയുന്നത്. ഇവിടുത്തെ പത്രാധിപന്മാരുടെ കൂട്ടായ്മ എടുത്ത ഹർജിയെ കുറിച്ചുമാണ് പറയുന്നത്. ആയിക്കോട്ടെ, ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം തന്നെ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കി. കഴിഞ്ഞ മാസം നടന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് മുന്നേറ്റം. അപ്പം ജനങ്ങൾ BJP-ക്കൊപ്പമാണ്. ഏത് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ട് കർഷകരും തൊഴിലാളികളും ജനങ്ങൾക്കൊപ്പമാണെന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പിലെ BJP-യുടെ വിജയങ്ങൾ എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കുന്നത്. അതായത് ശ്രീ കൊടിക്കുന്നിൽ, ജനങ്ങൾ അവർക്കൊപ്പമാണ്. അതിനിടയിലൂടെ ജയിച്ചു വന്ന നിങ്ങൾ കുറെ ആളുകൾ പാർലമെന്റിൽ എന്ത് പറഞ്ഞാലും ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് മനസ്സില്ല. ഇതാണ് അതിന്റെ ലളിതമായ മലയാളം. ഇതിനിടയിൽ വഴിയിൽ കൊഴിഞ്ഞു പോകുന്ന, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഇല്ല, അതിന്റെ മലയാളമാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ ശ്രീ കൊടിക്കുന്നിൽ, ഇതിനിടയിൽ വഴിയിൽ പൊഴിഞ്ഞു പോകുന്ന ഒരു പ്രതിപക്ഷ കൂട്ടായ്മയെ കുറിച്ച് കൂട്ടിയാണോ പോകുന്നതെന്നുള്ളൊരു പ്രശ്നമുണ്ട്. നേരത്തെ ശ്രീ ഷാജി ജോസഫ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് രാഹുൽ തന്നെ നയിക്കും എന്നൊരു മെസ്സേജ് കൂടി ഇതിനിടയിൽ കൂടി നൽകാൻ ശ്രമിക്കുന്നു എന്ന നിരീക്ഷണവും വെച്ചിട്ടുണ്ട്. ഒന്ന് ചുരുക്കി നമുക്ക് അവസാനിപ്പിക്കാം. ഇതൊരു വലിയൊരു മെസ്സേജാണ് രാജ്യത്തിന് നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും യു.പി.യോടൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് ചേർന്ന് ഈ ഗവൺമെന്റിനെതിരായ ശക്തമായ പ്രതിരോധം തീർക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. തുടർന്ന് ഇതൊരു താൽക്കാലിക സംവിധാനമല്ല. NDA ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു യോജിച്ച പ്ലാറ്റ്ഫോം രൂപം കൊണ്ടിരിക്കുന്നു ദേശീയ തലത്തിൽ. അതിന്റെ നേതൃത്വം നൽകുന്നത് ശ്രീ രാഹുൽ ഗാന്ധി തന്നെയാണ്. ആ കാര്യത്തിൽ ആർക്കും ഈ കക്ഷികൾക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. രാഹുൽ ഗാന്ധി വിളിച്ച 10-18ഓളം പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരെല്ലാം തന്നെ രാഹുൽ ഗാന്ധി തന്നെ മുന്നിൽ നിർത്തിയാണ് ഇന്നത്തെ മീറ്റിംഗ് നടത്തിയത്. അപ്പൊ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യം ചെയ്തില്ല. പ്രതിപക്ഷ പാർട്ടികൾ സമാന ചിന്താഗതികളുള്ള യുപിയുടെ ഒപ്പം തന്നെ സമാന ചിന്താഗതികളുള്ള എല്ലാ പാർട്ടികളും ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് മുന്നിൽ നിൽക്കണം, രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതനുസരിച്ച് UPA ഒരു പ്ലാറ്റ്ഫോം NDAക്കെതിരെ രൂപപ്പെടുത്തി ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഇന്ന് 18ഓളം രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് കേന്ദ്ര ഗവൺമെന്റിനെതിരായ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പാർലമെന്റിലേക്ക് സൈക്കിൾ മാർച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. മാർച്ചിൽ
ആ സൈക്കിൾ മാർച്ചിൽ എല്ലാവരും പങ്കെടുത്തു. അതുകൊണ്ടാണ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇവിടെ പ്രാതിനിധ്യം ഉണ്ടായത്. അതുകൊണ്ട് ഇതൊരു പുതിയ അല്ലെങ്കിൽ ദേശീയ തല. ശ്രീ കൊടിക്കുന്നിൽ, ഇടയിലൊന്ന് റേഞ്ച് കട്ടായിട്ടുണ്ട്, പക്ഷെ പറഞ്ഞു വന്നത് വ്യക്തമാണ്. താങ്കളുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഈ പ്ലാറ്റ്ഫോം ഒരു നല്ല ശക്തിപ്പെടുത്തി കൂടുതൽ ഒരു നല്ല പ്ലാറ്റ്ഫോം രാഹുൽ ഗാന്ധി നയിക്കുന്ന പ്ലാറ്റ്ഫോം. ശ്രീ ശിവദാസൻ എന്ത് പറയുന്നു എന്നാണ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ കമന്റ്. എന്തോ ശ്രീ ശിവദാസൻ കൊടിക്കുന്നിൽ കാണുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ചോദിക്കുന്നത്. ശിവദാസൻ, ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഈ നയങ്ങൾക്കെതിരായി യോജിച്ച സമരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടുള്ളതാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഇന്ത്യയിൽ കോൺഗ്രസിന് ഈ കോൺഗ്രസിന്റെ നയവും സമീപനങ്ങളെയും കുറിച്ച് VM സുധീരൻ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് തന്നെ യോജിച്ച് പ്രവർത്തിക്കുക. അതിൽ രാഹുൽ ഗാന്ധി നേതാവാണ് എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റിവെക്കുന്നതാണ് നല്ലത്. അതിൽ ഈ നാട്ടിലെ എല്ലാ ബഹുജന താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഉണ്ടാവുക. എല്ലാവരും ഈക്വലായി രാഹുൽ ഗാന്ധിയെയും ഈ ഇതര പാർട്ടികളെ, പ്രതിപക്ഷ പാർട്ടികളെ ആകെ തുല്യമായ നിലയിലുള്ള യോജിച്ച സമരം ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇല്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം എന്ന് പറഞ്ഞത് അങ്ങ് മാറ്റിവെച്ച് ശരി വിഷയമാണ് പ്രധാനം എന്നതിലേക്ക് തൽക്കാലം മാറ്റിവെക്കുക. യോജിച്ച പ്ലാറ്റ്ഫോം, പ്രതിപക്ഷത്തിന്റെ ഒരു യോജിച്ച പ്ലാറ്റ്ഫോം ഇന്ന് രാജ്യത്ത് ദൃശ്യമായി. യോജിച്ച പ്രവർത്തനം. ശ്രീ ഷാജി ജോസഫ്, അല്ല ബഹുമാനപ്പെട്ട കൊടിക്കുന്നിൽ ഒറ്റ കാര്യത്തെ വിഷയത്തിൽ യോജിപ്പിനെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോകാം. വിഷയത്തിൽ യോജിപ്പിൽ തടസ്സമുണ്ടാവാതിരിക്കട്ടെ. പാർട്ടികൾ നിങ്ങളാണ് എന്ന് പറഞ്ഞ് ആ യോജിപ്പിനെ ഇല്ലാതാക്കരുത് എന്നുള്ളതാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇന്നത്തെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കുക എന്ന് പുറത്തു പറയാവുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ പ്രഭാത ഭക്ഷണത്തിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് BJPക്കെതിരെയുള്ള ഐക്യം പ്രതിപക്ഷത്തിനിടയിൽ ഉണ്ട് എന്ന് കാണിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിന്റെ നേതൃത്വത്തിന് ചില ആഡ് ഓൺ രുചികൾ നൽകുക എന്നുള്ളതുമായിരുന്നു എന്ന് വളരെ കൃത്യമായി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ ചോദിക്കുന്നു, കേരളത്തിലെ നിയമസഭ ഇലക്ഷനിൽ കോൺഗ്രസ് ഒരു നേതാവിനെ പ്രഖ്യാപിക്കാതെയാണല്ലോ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഏതായാലും ആ ചർച്ചയിലേക്ക് പോകാൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു സ്ട്രാറ്റജി കേന്ദ്രത്തിൽ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നതിലൂടെ കോൺഗ്രസ് മറുപടി പറയണം. മുൻപൊരു നിരീക്ഷണം നടത്തിയതിന്റെ പുകിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വിഷയമാണ് പ്രധാനം. യോജിച്ച പ്രതിപക്ഷ നീക്കം കേന്ദ്ര സർക്കാരിനെതിരെ സംഭവിച്ചു. അതിൻ്റെ രാഷ്ട്രീയ കാഴ്ചകളാണ് രാജ്യ തലസ്ഥാനം ഇന്ന് നൽകിയത്. ഇത് വളരെ ശക്തമായി മുന്നോട്ട് പോകും എന്ന് പറയുന്നു. ചർച്ചയ്ക്കുള്ള വൈമുഖ്യം പ്രകടിപ്പിച്ചു തന്നെ കേന്ദ്ര സർക്കാർ പെഗാസസ് അടക്കമുള്ള വിഷയങ്ങളിൽ നിൽക്കുകയും ചെയ്യുന്നു. വ്യാഴാഴ്ച വിവിധ ഹർജികൾ സുപ്രീം കോടതിയുടെ മുമ്പാകെ ഇതുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നു. വളരെയധികം നന്ദി ശ്രീ കൊടിക്കുന്നിൽ, ശ്രീ ശിവദാസൻ, ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ശ്രീ ഷാജി ജോസഫ് ഞങ്ങളുമായി സഹകരിച്ചതിന്. വളരെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം 9 PM പ്രിയ.